ഹായ്, വൈറ്റൽ സയൻസ് ബൈ ഡോക്ടർ ഷിക്കു എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. സി ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കണ്ടൻസോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷനോ ഞാനിവിടെ ആഗ്രഹിക്കുന്നില്ല. വളരെ ലളിതമായ ഭാഷയിൽ എൻ്റെ തന്നെ തനതായ തൃശ്ശൂർ ഭാഷയിലിട്ട് സംസാരിക്കാനാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ കാര്യങ്ങൾ എനിക്കറിയാവുന്ന പോലെ ഞാനങ്ങോട്ട് പറയും. അത് മനസ്സിലാക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ഈ കമൻറ്റ് ബോക്സിൻ്റെ പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ അത് അടിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും, അല്ലാത്തത് ഞാൻ കുറച്ച് റെഫറൊക്കെ ചെയ്ത് പറഞ്ഞു തരേണ്ടി വരും. ഏതാണ്ട് ഒരു 4-5 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. അപ്പോൾ ഞാനൊരു കൺസൾട്ടൻറ്റ് GP ആണ്, കൺസൾട്ടൻറ്റ് ജനറൽ പ്രാക്ടീഷണറാണ്. കുറച്ചും കൂടി നന്നായിട്ട് സമൂഹമായിട്ടും ജനങ്ങളായിട്ടും ഒന്ന് ചേർന്ന് നല്ല രസകരമായി പ്രാക്ടീസ് എൻജോയ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ്. നമുക്ക് 2 സ്ഥാപനങ്ങളാണ് മെയിൻലി ഉള്ളത്. ഒന്ന് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട്, തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട്, വെസ്റ്റ് ചാലക്കുടി എന്ന് പറയും, അവിടെ മെഡിഷോർ മെഡിക്കൽ സെൻറ്റർ. അതുപോലെ തന്നെ നമുക്ക് ചാലക്കുടിയിൽ തന്നെ ചൗക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ആസ്പദമായി സീക്രട്ട് ഹാൻഡ്സ് ഹെൽത്ത് കെയർ ക്ലിനിക് എന്നുള്ള ഒരു സ്ഥാപനമുണ്ട്. എൻ്റെ ആദ്യ സ്ഥാപനം സീക്രട്ട് ഹാൻഡ്സ് ഹെൽത്ത് കെയർ ക്ലിനിക്കാണ്. അതുപോലെ രണ്ടാമത്തെ സ്ഥാപനമാണ് മെഡിഷോർ മെഡിക്കൽ സെൻറ്റർ. ആദ്യത്തെ വിജയത്തിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ട് രണ്ടാമത്തത് നമ്മൾ പൊളിച്ചു, അതുള്ളൂ, വേറെ ചോദ്യമൊന്നുമില്ല. അപ്പം ഈ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസും മെയിൻലി നമ്മൾ ചെയ്തിരിക്കുന്നത് പ്രൈമറി ഹെൽത്ത് കെയർ, അതായത് പ്രാഥമിക ആരോഗ്യ ശുശ്രൂഷ, ഇതിനെ ഉദ്ദേശിച്ചാണ് മെയിൻലി നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 സ്ഥലത്തും 24 hours നമുക്ക് ഡോക്ടേഴ്സ്, അത് GPs അവൈലബിൾ ആണ്. 24 hours നമുക്ക് ചെറിയ മിനി ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യാനായിട്ട് മിനി ഓപ്പറേഷൻ തിയേറ്റർ പോലെ സെറ്റപ്പും, അതുപോലെ തന്നെ നമുക്ക് ഡ്രിപ്പ് ഇടാൻ, ഇഞ്ചക്ഷൻസ് എടുക്കാൻ, അതുപോലെ ചെറിയ ഡ്രസ്സിങ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യത്തിന് എല്ലാത്തിനും വേണ്ടിയുള്ള ബെഡിങ്സ്, അതുപോലെ ഒബ്സർവേഷൻ വാർഡ് പോലെയുള്ളൊരു സെറ്റപ്പും, 24 hours വർക്ക് ചെയ്യുന്ന ലാബ്, അതുപോലെ 24 hours വർക്ക് ചെയ്യുന്ന ഫാർമസി. അതായത് ഇവിടെ നമുക്ക് IP ഇല്ല, അതായത് ഇൻപേഷ്യൻസ് ഇല്ല ഈ 2 സ്ഥാപനങ്ങളിലും. എൻ്റെ OP ടൈംസ് ഞാൻ പറയാം അവസാനം. അപ്പോൾ നമുക്ക് ഈ 2 സ്ഥാപനങ്ങളിൽ നമുക്ക് IP ഇല്ല. പക്ഷേ നമ്മൾ IPക്ക് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള സെക്കൻഡറി ആൻഡ് ടേഴ്സറി കെയർ സ്ഥാപനങ്ങളുമായിട്ട് സംയോജിച്ചുകൊണ്ട് ഇവിടെ നിന്ന് അഡ്മിഷൻ വേണ്ടുന്ന കേസുകൾ നമ്മൾ അങ്ങോട്ട് വിടുകയും അവിടെ നിന്ന് അഡ്മിഷൻ പേഷ്യൻറ്റിനെ കരസ്ഥമാക്കാനും സാധിക്കും. ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഈ എല്ലാ കാര്യങ്ങൾക്കും പോയി അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ചെറിയ അസുഖങ്ങൾ, ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ തന്നെ ആയിക്കോട്ടെ, പ്രമേഹം, രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ കൂടിയിട്ടുള്ള കൊളസ്ട്രോൾ, ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എപ്പോഴും ഒരു സ്പെഷ്യലിസ്റ്റിനെ പോയി കാണേണ്ട ആവശ്യമില്ല. നമുക്കൊരു GPനെ കണ്ടാൽ മതി. ഇത് ടൈമിലി ചെക്ക് ചെയ്യുക, ഇതൊക്കെ നോർമലാണോ, അത് നോർമൽ മാത്രമല്ല അണ്ടർ കൺട്രോളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി ആ പ്രൊഫൈലുകളൊക്കെ നന്നായിട്ട് കീപ്പ് ചെയ്ത് വെച്ച് മെഡിസിൻസ് ടൈറ്റർ അപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ഡോസ് ഡൗൺ ചെയ്യണോ, ഈ കാര്യങ്ങളൊക്കെ നോക്കി പോകുമ്പോൾ കാര്യങ്ങളൊക്കെ നടപടിയാവും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള മെഡിക്കൽ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിലും എൻ്റെ അടുത്തേക്ക് എത്താം. ഞാൻ എൻ്റെ കോൺടാക്ട്സ് കാര്യങ്ങളെല്ലാം ഈ യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട്. യൂട്യൂബിൽ മാത്രമല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഒരു പ്രസൻസ് ഈ വൈറ്റൽ സയൻസ് ബൈ ഡോക്ടർ ഷിക്കു പൗലോസ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്തിടാം അത്. ഓക്കെ. എന്തുകൊണ്ട് വൈറ്റൽ സയൻസ്, ഈ പേര് എന്തുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിൽ ജീവനുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് വൈറ്റൽ സയൻസ് വെച്ചിട്ടാണ്. അതായത് സ്പോണ്ടേനിയസ് റെസ്പിറേറ്ററി എഫേർട്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് ഓൺ ECG, കരോട്ടിഡ് ആൻഡ് റേഡിയൽ അല്ലെങ്കിൽ ബാക്കിയുള്ള പൾസുകൾ, അതുപോലെ തന്നെ ബ്രീത്തിങ് മൂവ്മെൻറ്റ്സ്, ചെസ്റ്റ് ഡൗൺ, റേസിങ് ആൻഡ് ഡൗൺ, അതൊക്കെ പ്യൂപ്പിലർ റിയാക്ഷൻസ്, അതുപോലെ തന്നെ പെർസെപ്ഷൻ ടുവേർഡ്സ് നോസെപ്ഷൻ, പെയിൻ ആൻഡ് ഓൾ ദോസ് തിങ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ വൈറ്റൽ സയൻസ് എന്ന് വെച്ചാൽ. വൈറ്റൽസ് എന്ന് പറയുമ്പോൾ EP, ഹാർട്ട് റേറ്റ്, SpO2, അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ്, സോ അതുപോലെ തന്നെ ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൈറ്റൽസ് ആയിട്ട് വരുന്നത്. ഓക്കെ, വൈറ്റൽ പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുകയാണ്.
അപ്പോൾ വൈറ്റൽ സയൻസ് എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് ലൈഫാണ്. വൈറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു ലൈഫാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇറ്റ്സ് വൈറ്റൽ സയൻസ്. ഓക്കെ, വൈറ്റൽ സയൻസ് ബൈ ഡോക്ടർ ഷിക്കു. ഓക്കെ, അപ്പോൾ എനിവേ ലൈക്ക് ഞാൻ വലിയ ടമാർ പടാറായിട്ടൊന്നും ഇതിൻ്റെ പേജിൻ്റെ ഒരു ഓപ്പണിംഗ് നടത്തുന്നില്ല. ബട്ട് സ്റ്റിൽ ലൈക്ക് ഐ തിങ്ക് നമ്മുടെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് അബൌട്ട് മീ ദിസ് ഗിവൺ ഓൺ ദ ഡിസ്ക്രിപ്ഷൻ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാവുന്ന കാര്യമുള്ളൂ. എല്ലാം നമ്മൾ സൂപ്പറായിട്ട് ചെയ്യും. ഇത്രയുള്ളൂ, വേറെ ചോദ്യമൊന്നുമില്ല. ഓക്കെ, നമ്മൾ കലക്കും. ഇത്രയുള്ളൂ. താങ്ക് യു. ടേക്ക് കെയർ. ഓക്കെ.